നമുക്ക് നോക്കാം അടുത്തതായി നിങ്ങളിലേക്ക് എന്താണ് കടന്നു വരാൻ പോകുന്നത്. യൂണിവേഴ്സ് എന്ത് മെസ്സേജാണ് ഈ ഒരു സമയം നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന്. നമുക്കിവിടെ 2 കാർഡ്സ് എടുക്കാം. നൈറ്റ് ഓഫ് സോഡ്സ്, 6 ഓഫ് പെൻറ്റക്കിൾസ്. ഈ 2 കാർഡ്സാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കൊക്കെ ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ഒരു സ്പെസിഫിക് മെസ്സേജ് ഒരു പേഴ്സണിൽ നിന്ന് വരുന്നതായിട്ട് കാണാം. അത് നിങ്ങളെ ഒരുപാട് സർപ്രൈസ് ആക്കിയേക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ പോലും വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് മാറിപ്പോകുന്നൊരു സാഹചര്യം വന്നേക്കാം. അപ്പോൾ ആ ഒരു കാര്യം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് ലീഡർഷിപ്പ് റോൾ ഏറ്റെടുക്കേണ്ടതായിട്ട് കാണാം. അതായത് ചിലപ്പോൾ നിങ്ങളുടെ വർക്ക് പ്ലേസിലായിരിക്കാം, സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യങ്ങളിലൊക്കെ ആയിരിക്കാം ഒരു നേതൃസ്ഥാനത്തേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചിലരിലേക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഗെയിൻ വരാൻ പോകുന്നതായിട്ട് കാണാം. അതൊരു പക്ഷേ കടം കൊടുത്തൊരു പണം തിരിച്ചു കിട്ടുന്ന ഒരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ ബോണസ്, ചിട്ടി പോലെയുള്ള കാര്യങ്ങൾ കിട്ടുക, അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ചത് ലോട്ടറി പോലെയുള്ള കാര്യങ്ങളായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സാമ്പത്തികം കയ്യിലേക്ക് വരാൻ പോകുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ചിലരെങ്കിലും ദാനധർമ്മങ്ങൾ മുതലായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നതിനായിട്ട് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക, യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക.